ഓക്കെ സോ ഗൈസ് ഇന്നൊരു പി സി ബിൽഡ് അല്ല, ആക്ച്വൽ ബിൽഡ് അല്ല, ബട്ട് പി സി സ്പെക്കിന്റെ ഡിസ്കഷൻ ആണ്. പി സി ബിൽഡ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്നതാണ് നമ്മൾ റീസെന്റ് ഒരു ക്ലയന്റിന് വേണ്ടി ബിൽഡ് ചെയ്ത ഒരു പി സി ആണ്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 55,000 റേഞ്ചിൽ ബിൽഡ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് എ വൈറ്റ് തീംഡ് പി സി ആണ്. എല്ലാം വൈറ്റ് എന്ന് പറയുന്നില്ല, ആക്ച്വലി മദർ ബോർഡ് നമ്മൾ ഇതിൽ വൈറ്റ് മാക്സിമം ട്രൈ ചെയ്തായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു മദർ ബോർഡ് കിട്ടിയില്ല. അതുണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഇത് ശരിക്കും അടിപൊളിയായതിനെ. ആസ്റോക്കിന്റെ ഒരു B550 ഒരു പുതിയൊരു മദർ ബോർഡ് വന്നിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി വൈറ്റ് മദർ ബോർഡ്. സോ ഇതായിരുന്നു ആക്ച്വലി ഈ ബിൽഡ് നമ്മൾ നോക്കിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ലാസ്റ്റ് മിനിറ്റ് കിട്ടിയില്ല. സോ എനിവേസ് ഇത് കൈൻഡ് ഓഫ് കോമൺ പി സി ബഡ്ജറ്റ് ആണ്. ഒരു 55,000 റേഞ്ച് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പലരും ചോദിക്കുന്ന ഒരു ബഡ്ജറ്റ് ആണ്. സോ ഐ തോട്ട് ഈ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഏതാണ് സ്പെക്കൊക്കെ യൂസ് ചെയ്ത് ആൻഡ് ഇതിന്റെ പെർഫോമൻസ് മെട്രിക്, ഓഫ് കോഴ്സ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അതിന്റെ കുറച്ച് ബെഞ്ച് മാർക്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. അപ്പോൾ പറഞ്ഞ പോലെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി കേബിൾ മാനേജ്മെന്റ് ഒന്നും ചെയ്തില്ല, ബെഞ്ച് മാർക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പി സി മെയിൻലി ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്തത്. 55,000 റേഞ്ച് ആയിരുന്നു ബഡ്ജറ്റ്, ഓവറോൾ ബഡ്ജറ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വൈറ്റ് കൈൻഡ് ഓഫ് തീം ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരുന്നു. അങ്ങനെയാണ് ക്ലയന്റിന്റെ റിക്വയർമെന്റ് വന്നത്. ഫുള്ളൊരു വൈറ്റ് തീം ആയിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് മിനിറ്റ് മദർ ബോർഡ് കിട്ടാത്തത് കൊണ്ട് ഫുൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. റാം നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് തീമിൽ വരുന്നതാണ് ലാസ്റ്റ് ചേഞ്ച് ചെയ്തത്. ബിക്കോസ് ബ്ലാക്ക് എലിമെന്റ്സും കൂടി വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ ലാസ്റ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആക്കി മോസ്റ്റ്ലി വൈറ്റ് ആണ് പാർട്ട്. സോ എനിവേസ് സ്പെക്ക് നമ്മൾ യൂസ് ചെയ്തതിൽ പ്രോസസർ Ryzen 5 5500 ആണ്, 6 കോഴ്സും 12 ത്രെഡ്സും വരുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു പ്രോസസർ ആണ്. 9,000 പ്രൈസ് റേഞ്ചിന് താഴെ വരുന്ന 6 കോഴ്സ് 12 ത്രെഡ്സ് വരുന്ന പ്രോസസർ ബെഞ്ച് മാർക്സ് കണ്ടാൽ മനസ്സിലാകും. അത്യാവശ്യം എഡിറ്റിംഗ് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസർ തന്നെയാണ്. ഗെയിമിംഗ് സ്ട്രീമിംഗ് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ ഓക്കെയാണ്. കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ട് 5600 or 5600X ബെറ്റർ ഓപ്ഷൻസ് ആയിരിക്കും. ഇൻ DDR4 മദർ ബോർഡ് ഗിഗാബൈറ്റിന്റെ B550M DS3H ആക്കി. DS3H ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡ്യൂറബിൾ സീരീസ് ആണ്, അൾട്രാ ഡ്യൂറബിൾ സീരീസിൽ വരുന്നതാണ് ഈ DS3H എന്ന് പറയുന്നത്. ബഡ്ജറ്റ് റേഞ്ചിൽ ഏത് ചിപ്സെറ്റ് ആണെങ്കിലും DS3H അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡ്സ് ആണ്. മെമ്മറി നമ്മൾ കൊടുത്തത് Trident Neo 16GB 2 8GB RAM sticks ആണ്. സ്റ്റോറേജ് ഇവിടെ 500GB ആണ്. WD Gen 4 ബേസ്ഡ് എൻട്രി ലെവൽ SN580 എന്ന മോഡൽ. CPU കൂളർ ഗെയിം ഡിയാസിന്റെ Boreas 410 ARGB മോഡലാണ്, കമ്മിങ് ഇൻ വൈറ്റ് കളർ. പവർ സപ്ലൈ 550 വാട്ട്സിന്റെ ഡീപ് കൂൾ PK550D എന്ന മോഡലാണ്, 80+ ബ്രോൺസ് റേറ്റഡ് ആണ്. ഈ കോമ്പിനേഷന് 550 വാട്ട്സ് ഇനഫ് ആണ്, ബിക്കോസ് പ്രോസസർ 5500 65 വാട്ട്സിന്റെ ആണ്. ആൻഡ് ഗ്രാഫിക്സ് കാർഡ് 3060 മാക്സിമം പുൾ ചെയ്യുന്നത് ഒരു 170 വാട്ട്സ് ആണ്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. 12600K ഓർ 13600K ഇതുപോലത്തെ പ്രോസസേഴ്സ് കുറച്ചും കൂടി TDP കൂടിയത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ റെക്കമെൻഡ് ചെയ്യുന്നത് 650 വാട്ട്സിന്റെ PSU ആയിരിക്കും. ക്യാബിനറ്റ് ഈ കാണുന്ന സർക്കിൾ ബ്രാൻഡിന്റെ 240 Furious 240 വൈറ്റ്. ആൻഡ് ഫൈനലി ഗ്രാഫിക്സ് കാർഡ് നമ്മൾ ഓഫ് കോഴ്സ് ഒരു ബഡ്ജറ്റ് 55 റേഞ്ച് ബിൽഡ് ആയതുകൊണ്ട് തന്നെ യൂസ്ഡ് ആണ്. Zotac-ന്റെ RTX 3060 12GB വേരിയന്റ് ആംപ് എഡിഷൻ ഇൻ വൈറ്റ്. സോ ഇത് നമുക്കറിയാം വൈറ്റ് GPU നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലായിരിക്കും ബ്ലാക്കിനേക്കാൾ. സോ ഇതാണ് ടോട്ടൽ കോമ്പണന്റ് ലിസ്റ്റ് നമ്മൾ ഈ ബിൽഡിൽ യൂസ് ചെയ്തേക്കുന്നത്.
ആൻഡ് കമ്മിങ് ടു പെർഫോമൻസ് ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഓൺ പാർ കുറച്ച് മേലെ തന്നെയാണ്. ബിക്കോസ് Ryzen 5500 ഞാൻ പേഴ്സണലി എഡിറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്തതാണ്. സോ എഡിറ്റിംഗിന്റെ പെർഫോമൻസ് അത്യാവശ്യം എനിക്ക് അറിയാമായിരുന്നു. ഓവറോൾ ബെഞ്ച് മാർക്സ് നോക്കുവാണ്, സിന്തറ്റിക് ബെഞ്ച് മാർക്സിന്റെ ചില സ്കോർസ് നോക്കുവാണെങ്കിൽ Cinebench R23 മൾട്ടി സ്കോർ 10,282, സിംഗിൾ കോർ ഈസ് 1355. Cinebenchന്റെ 2024 എഡിഷൻ നോക്കുവാണെങ്കിൽ മൾട്ടി കോർ 589 സിംഗിൾ 85 ആണ് വന്നത്. 3D മാർക്കിന്റെ CPU പ്രൊഫൈൽ എല്ലാ ത്രെഡ്സും യൂസ് ചെയ്യുമ്പോൾ 5372 സ്കോർ ആണ്. ആൻഡ് സിംഗിൾ ത്രെഡ് ഒറ്റ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ 841 ആണ് സ്കോർ. Geekbench 6ന്റെ സ്കോർസ് നോക്കുവാണെങ്കിൽ മൾട്ടിയിൽ നമുക്ക് 7921 സിംഗിൾ കോർ ഈസ് 1944. ഓവറോൾ CPU ടെമ്പറേച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഐഡൽ സ്റ്റേറ്റിൽ 37 ഡിഗ്രീസും ഏറ്റവും മാക്സിമം നമ്മൾ നോട്ടീസ് ചെയ്ത് 71 ഡിഗ്രീസ് ആണ്. സോ ഓവർ ഹീറ്റിംഗ് ഇല്ലായിരുന്നു, തെർമൽ ത്രോട്ട്ലിംഗ് ഇതുപോലത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. CPU ടെമ്പറേച്ചേഴ്സ് വെർ അണ്ടർ കൺട്രോൾ. GPU സ്കോർസ് നോക്കുവാണെങ്കിൽ Geekbench 6ന്റെ GPU സ്കോർസ് നമുക്ക് കിട്ടിയത് 93,471. Cinebench 2024 GPU സ്കോർ നമുക്ക് 8,097 ആണ്. ആൻഡ് 3D മാർക്കിന്റെ Time5 എക്സ്ട്രീം ബെഞ്ച് മാർക്കിംഗ് നമുക്ക് സ്കോർ വന്നത് 4178 ആണ്. ആൻഡ് സ്കോറിംഗ് വാസ് എക്സലന്റ്. GPU ഫർമാർക്ക് ബെഞ്ച് മാർക്ക് നമ്മൾ 1440p റെസൊല്യൂഷൻ ആണ് ചെയ്തത്. സ്കോർ വന്നത് 5386 90 FPS ആണ് ആവറേജ് കാണിച്ചേക്കുന്നത് 2K റെസൊല്യൂഷൻ ഗെയിമിംഗിൽ. സോ GPU ടെമ്പറേച്ചേഴ്സ് നമുക്ക് ഫുൾ ലോഡ് ബെഞ്ച് മാർക്കിൽ അണ്ടർ കൺട്രോൾ ആയിരുന്നു. മാക്സിമം പീക്ക് പോയേക്കുന്നത് 65 to 66 ഈ റേഞ്ച് ആണ്, അതിന് മേലോട്ട് പോയിട്ടില്ല. ഇനി ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ ഫർമാർക്കിൽ ആക്ച്വലി 90 FPS 1440p കാണിച്ചത് കൊണ്ട് തന്നെ 2K റെസൊല്യൂഷനും 1080p രണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. സോ Forza Horizon 5 2K റെസൊല്യൂഷൻ അൾട്രയിൽ നമുക്ക് 75 FPS ആവറേജ് വരുന്നുണ്ടായിരുന്നു. 1080p നോക്കുമ്പോൾ അൾട്രയിൽ തന്നെ 88 FPS ആണ് ആവറേജ്. Cyberpunk 2027 1440p ഹൈയിൽ നമുക്ക് 44 FPS വരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ DLSS എനേബിൾ ചെയ്യുവാണെങ്കിൽ 1440p ഹൈയിൽ നമുക്ക് 65 FPS കിട്ടുന്നുണ്ട്. 1080p ഹൈ സെറ്റിംഗിൽ നമുക്ക് 84 FPS ആണ് വിത്ത് DLSS ഓൺ കിട്ടുന്നത്. GTA 5 ആക്ച്വലി 1080pയും 1440p തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും നോട്ടീസ് ചെയ്തില്ല. അറൌണ്ട് 175 to 180 FPS ഈ റേഞ്ചിൽ ഈസിലി വരുന്നുണ്ടായിരുന്നു. Assassin's Creed Valhalla അൾട്രാ ഹൈയിൽ നമുക്ക് 1440p റെസൊല്യൂഷനിൽ 68 FPS 1080p അൾട്രയിൽ നമുക്ക് 87 FPS ആണ് ആവറേജ് വന്നത്. Alan Wake 2 1080p റെസൊല്യൂഷൻ മീഡിയം സെറ്റിംഗ്സിലാണ് നോക്കിയത്. കുറച്ച് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ടൈറ്റിലാണ്. 1080p മീഡിയം സെറ്റിംഗ്സ് നമുക്ക് 54 FPS ഓൺ ആവറേജ് വരുന്നുണ്ടായിരുന്നു. Spider-Man റീമാസ്റ്റേർഡ് ഹൈ 1440pയിൽ നമുക്ക് 86 FPS 1080p ഹൈ സെറ്റിംഗ്സ് നമുക്ക് 112 FPS ഓൺ ആവറേജ് വരുന്നുണ്ട്. Valorant ഒക്കെ ഈസിയാണ്. 1440p ഹൈയിൽ നമുക്ക് 199 to 200 FPS റേഞ്ച് വരുന്നുണ്ടായിരുന്നു. 1080p റെസൊല്യൂഷൻ നമുക്ക് 266 FPS മേലെ വരുന്നുണ്ടായിരുന്നു ഈസിലി. സോ അണ്ടർ 260 to 288 ആ റേഞ്ച് FPS 1080p ഹൈ സെറ്റിംഗ്സിൽ കിട്ടുന്നുണ്ടായിരുന്നു ഇൻ Valorant. ആൻഡ് ഫൈനലി പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ എഡിറ്റിംഗ് പ്രീമിയർ പ്രോയുടെ ഒരു ബെഞ്ച് മാർക്കിംഗ് നോക്കി. സോ പ്രീമിയർ പ്രോ നമ്മൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യുന്ന ഫുട്ടേജിൽ നിന്ന് 10 minutes പോർഷൻ ആണ് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കിയത്. ആൻഡ് ഇത് ഫുള്ളി എക്സ്പോർട്ട് ആകാൻ എടുത്ത ടൈം 9 minutes and 3 seconds ആണ്. ആൻഡ് ഓവറോൾ ടൈം ലൈൻ പെർഫോമൻസും കുഴപ്പമില്ല. ടൈം ലൈൻ സ്ക്രബിംഗ് നോക്കുവാണെങ്കിലും ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെറിയ ലാഗും സ്റ്റട്ടറും ഉണ്ടാകും, അത് കോമൺ ആണ്. ബട്ട് ഓവറോൾ റെസൊല്യൂഷൻ കുറച്ചിട്ട് അല്ലെങ്കിൽ പ്രോക്സീസ് യൂസ് ചെയ്യുവാണെങ്കിൽ ടൈം ലൈൻ സ്ക്രബിംഗ് ആൻഡ് ടൈം ലൈൻ പെർഫോമൻസ് വിൽ ബി ഓക്കെ, നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. സോ ഓവറോൾ ഒരു 55,000 റേഞ്ചിൽ AMD Ryzen DDR4 ബേസ്ഡ് ഒരു ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബിൽഡ് ആണിത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ പ്രോസസർ വേണമെന്നുണ്ടെങ്കിൽ 5600 ആൻഡ് 5600X നോക്കാം. ബട്ട് ഓവറോൾ പ്രൈസ് മേ ബി ഒരു 4,000 to 5,000 rupees റേഞ്ച് കുറച്ച് കൂടും. ബട്ട് ഡു റിമെമ്പർ ദ പ്രൈസ് ഫാക്ടർ. ഒരു 50-60 റേഞ്ച് ബിൽഡ് ആണ്, അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. മോഡറേറ്റ് ആയിട്ടുള്ള മിഡ് ടു ഹൈ പെർഫോമൻസ് എന്തായാലും നമുക്ക് ഈസിലി എക്സ്പെക്ട് ചെയ്യാം. സോ എനിവേസ് ഇതായിരുന്നു ഇന്നത്തെ ഒരു ക്വിക്ക് വീഡിയോ. ബെഞ്ച് മാർക്കിംഗിന്റെ ഇടയ്ക്ക് കിട്ടിയ ടൈമിൽ ചെയ്തതാണ്. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം PC കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കേബിൾ മാനേജ്മെന്റും എല്ലാം ചെയ്ത് ഷിപ്പ് ചെയ്യാൻ വേണ്ടി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. PC ബിൽഡ്സ് ആവശ്യമുണ്ടെങ്കിൽ യു നോ വേ ടു കോൺടാക്ട് മീ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.